ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ഗലാത്യ അധ്യായം 4 ആകെ എത്ര വാക്യങ്ങളുണ്ട്? 31. ഇതാണ് ഞാൻ വീക്ഷിക്കുന്നത്, ഇവിടെ പറയുന്ന ഞാൻ ആര്? പൗലോസ്. ചോദ്യം 3. വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ലാത്തത് ആര്? പിന്തുടർച്ചാവകാശി. ചോദ്യം 4. പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ പിന്തുടർച്ചാവകാശി ആരുടെയെല്ലാം സംരക്ഷണത്തിനായിരിക്കും? രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. ചോദ്യം 5. നമ്മൾ ശിശുക്കൾ ആയിരുന്നപ്പോൾ ആർക്ക് അടിമപ്പെട്ടിരുന്നു? പ്രകൃതിയുടെ ശക്തികൾക്ക്. ചോദ്യം 6. ദൈവം തൻ്റെ പുത്രനെ അയച്ചത് എപ്പോൾ? കാലസമ്പൂർണത വന്നപ്പോൾ. ചോദ്യം 7. കാലസമ്പൂർണത വന്നപ്പോൾ തൻ്റെ പുത്രനെ അയച്ചത് ആര്? ദൈവം. ചോദ്യം 8. നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ ആരെയാണ് വിമുക്തരാക്കിയത്? നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ. ചോദ്യം 9. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് ആരെ? തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. ചോദ്യം 10. ദൈവം തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ മക്കളായതുകൊണ്ട്. ചോദ്യം 11. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രൻ എങ്കിൽ ദൈവഹിതമനുസരിച്ച് ആരുമാണ്? അവകാശിയുമാണ്. ചോദ്യം 12. ഗലാത്യ അധ്യായം 4 ആദ്യത്തെ തലക്കെട്ട്. ഗലാത്യരെ കുറിച്ച് വ്യഗ്രത. ചോദ്യം 13. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി നിങ്ങളെ അറിയുന്നത് ആര്? ദൈവം. ചോദ്യം 14. എങ്ങനെയുള്ള പ്രപഞ്ചശക്തികളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ. ചോദ്യം 15. എന്ത് ഒരിക്കൽ കൂടി അവയുടെ സേവകരാവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ? ഏവയുടെ? ബലഹീനങ്ങളും വ്യർത്ഥങ്ങളുമായ ആ പ്രപഞ്ചശക്തികളുടെ. ചോദ്യം 16. ഗലാത്യ 4:9 പൗലോസ് ഗലാത്യക്കാരോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നു? 2. ചോദ്യം 17. ഗലാത്യ 4:10 പ്രകാരം നിങ്ങൾ എന്തെല്ലാം ആചരിക്കുന്നു പോലും എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും. ചോദ്യം 18. നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് ആരുടെ വാക്കുകൾ? പൗലോസിൻ്റെ. ചോദ്യം 19. ഗലാത്യ 4:12 സംബോധന എന്ത്? സഹോദരരെ. ചോദ്യം 20. നിങ്ങൾ എന്നെപ്പോലെ ആകുവിൻ എന്നാണ് പൗലോസ് ഗലാത്യ 4:12 അപേക്ഷിക്കുന്നത്? ഉത്തരം എന്നെപ്പോലെ. നിങ്ങൾ ആരെപ്പോലെ ആകുമെന്നാണ് അപേക്ഷിക്കുന്നത്? ഉത്തരം എന്നെപ്പോലെ. ചോദ്യം 21. തനിക്ക് എന്തുള്ളപ്പോഴാണ് താൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ശാരീരികാസ്വാസ്ഥ്യം. ചോദ്യം 22. എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്ക് ഒരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല, മറിച്ച് എന്നെ ആരെപ്പോലെ സ്വീകരിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഒരു ദൈവദൂതനെ പോലെ, യേശുക്രിസ്തുവിനെ പോലെ തന്നെ. ചോദ്യം 23. നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നുവെന്ന് പൗലോസ് പറയുന്നത് എന്ത്? ഉത്തരം പൗലോസിൻ്റെ ശരീരസ്ഥിതി. ചോദ്യം 24. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട്. ചോദ്യം 25. നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ എന്തു ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം? ഒറ്റപ്പെടുത്തുക. ചോദ്യം 26. ഗലാത്യ 4:19 സംബോധന എന്ത്? എൻ്റെ കുഞ്ഞുമക്കളെ. ചോദ്യം 27. എൻ്റെ കുഞ്ഞുമക്കളെ, ആര് നിങ്ങളെ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? ക്രിസ്തു. ചോദ്യം 28. എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തനുഭവിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഈറ്റുനോവ്. ചോദ്യം 29. താൻ എന്താഗ്രഹിക്കുന്നുവെന്നാണ് പൗലോസ് 4:20 പറയുന്നത്? ഉത്തരം ഇപ്പോൾ നിങ്ങളിടയിൽ സന്നിഹിതനായിരിക്കാനും എൻ്റെ സംസാര രീതി തന്നെ മാറ്റാനും. ചോദ്യം 30. നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണ്. ആര് ആരെക്കുറിച്ച്? പൗലോസ് ഗലാത്യക്കാരെക്കുറിച്ച്. ചോദ്യം 31. ഗലാത്യ 4 അധ്യായത്തിലെ 2ാമത്തെ തലക്കെട്ട്. ഹാഗാറും സാറായും. ചോദ്യം 32. എന്തിനു വിധേയരായിരിക്കാൻ അപേക്ഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ എന്നാണ് പൗലോസ് ഗലാത്യ 4:21 പറയുന്നത്? നിയമത്തിന്. ചോദ്യം 33. അബ്രാഹത്തിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? 2. ചോദ്യം 34. അബ്രാഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ ആരിൽ നിന്ന്?
ഉത്തരം സ്വതന്ത്രയിൽ നിന്ന്. ചോദ്യം 35 സ്വാതന്ത്ര്യയുടെ പുത്രൻ ജനിച്ചതെങ്ങനെ? വാഗ്ദാനപ്രകാരം. ചോദ്യം 36 ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ ആരെന്നാണ് പൗലോസ് പറയുന്നത്? 2 ഉടമ്പടികൾ. ചോദ്യം 37 സീനായ് മലയിൽ നിന്ന് ഉള്ളവൾ മക്കളെ ജനിപ്പിക്കുന്നത് എന്തിന്? ദാസ്യവൃത്തിക്കായി. ചോദ്യം 38 ഗലാത്യർ 4:25 ഹാഗാറിന് നൽകുന്ന വിശേഷണം എന്ത്? അറേബ്യയിലെ സീനായ് മല. ചോദ്യം 39 അറേബ്യയിലെ സീനായ് മല എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഹാഗാറിനെ. ചോദ്യം 40 അറേബ്യയിലെ സീനായ് മലയായ ഹാഗാർ എന്തിൻ്റെ പ്രതീകമാണ്? ഉത്തരം ഇന്നത്തെ ജെറുസലേമിൻ്റെ. ചോദ്യം 41 തൻ്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നത് ആര്? ഹാഗാർ. ചോദ്യം 42 ഹാഗാർ ആരോടൊത്താണ് ദാസ്യവൃത്തി ചെയ്യുന്നത്? തൻ്റെ മക്കളോടൊത്ത്. ചോദ്യം 43 ഗലാത്യർ 4:26 പ്രകാരം നമ്മുടെ അമ്മയാര്? സ്വർഗീയ ജെറുസലേം. ചോദ്യം 44 എന്നാൽ സ്വർഗീയ ജെറുസലേം ഡാഷ് അവളാണ് നമ്മുടെ അമ്മ. ഗലാത്യർ 4:26 പ്രകാരം പൂരിപ്പിക്കുക. സ്വതന്ത്രയാണ്. ചോദ്യം 45 നീ ആഹ്ലാദിക്കുക, പ്രസവ വേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് ആരെക്കുറിച്ച്? പ്രസവിക്കാത്ത വന്യയെക്കുറിച്ച്. ചോദ്യം 46 അല്ലയോ പ്രസവിക്കാത്ത വന്യയെ നീ ആഹ്ലാദിക്കുക, പ്രസവ വേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക എന്ന് പറയാൻ കാരണമെന്ത്? ഉത്തരം ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ പരിത്യക്തിക്കാനുള്ളത്. ചോദ്യം 47 പ്രസവവേദന അനുഭവിക്കാത്ത വന്യയോട് എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക. ചോദ്യം 48 ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക എന്ന് പറയുന്നത് ആരോട്? ഉത്തരം പ്രസവിക്കാത്ത വന്യയോട്. ചോദ്യം 49 ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ കൂടുതൽ എന്താണ് പരിത്യക്തിക്കുള്ളത്? ഉത്തരം മക്കൾ. ചോദ്യം 50 ഗലാത്യർ 4:28 സംബോധന സഹോദരരെ. ചോദ്യം 51 ഗലാത്യർ 4:29 പ്രകാരം ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആരെയാണ് അന്ന് പീഡിപ്പിച്ചത്? ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ. ചോദ്യം 52 ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചത് ആര്? ശാരീരിക രീതിയിൽ ജനിച്ചവൻ. ചോദ്യം 53 ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവനെന്ന് പറയുന്നത്? ഉത്തരം വിശുദ്ധ ലിഖിതം. ചോദ്യം 54 ദാസിയെയും അവളുടെ പുത്രനെയും എന്തു ചെയ്യുവനെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? നിഷ്കാസനം ചെയ്യുവിൻ. ചോദ്യം 55 ദാസിയുടെ പുത്രൻ ആരോടൊപ്പം അവകാശിയാകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം. ചോദ്യം 56 ഗലാത്യർ 4:31 സംബോധന എന്ത്? ഉത്തരം സഹോദരരെ.